അങ്ങനെ അറിയുന്ന പ്രായം മുതൽ ഇടാൻ തുടങ്ങിയത്. അച്ഛനും അമ്മയും കൂടെ പോയി ഇടാൻ തുടങ്ങിയത്. അപ്പം തന്നെ ഇടാൻ പഠിച്ചു. അങ്ങനെ പുതിയ പ്രോജക്റ്റ് ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല. നല്ല നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കല്യാണോ? ഇത് എന്നെ എല്ലാവരും ചോദിക്കാനുള്ളത്. കല്യാണത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ടല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാഗ്രഹമുണ്ട്, ഒരാഗ്രഹമില്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതൊക്കെ ഒരു നിമിത്തമാണ്. നടക്കണമെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ അല്ലേ ചേച്ചി? അതിനേക്കാളും വലുതുണ്ട്. പ്രായത്തിലല്ലേ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അച്ഛൻ അതൊക്കെ കല്യാണം കഴിക്കാം. അതാ സമയമാകുമ്പോൾ അതൊക്കെ നടക്കും. പിന്നെ അതിനുള്ള നല്ലൊരു പയ്യനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഒരാളെ ചിരിക്കുന്നു. അതായത് മനസ്സിലായി. ഇനിയാ അവിടെ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബിനീഷ് ബാസ്റ്റി അതിന് ഓൾറെഡി ഉണ്ട് കേട്ടാ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. സന്തോഷി പോട്ടെ അല്ലേ ചേച്ചി? നമ്മളെന്തിനാ കല്യാണം കഴിഞ്ഞാലും സന്തോഷമാണ് അല്ലേ? പൊങ്കാലയ്ക്ക് ഇല്ല, അമ്മ ഈ പ്രാവശ്യം വന്നില്ല. അമ്മയ്ക്ക് പൊങ്കാല ഇട്ടുകൂടാ. അമ്മയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് 1 വർഷം ആയില്ല. അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ. വെറും വെള്ള ഞാൻ മാത്രം. ചേച്ചിയൊക്കെ കുറേ ഇട്ടു. ഇനി അതിൽ നിന്ന് കൈയിട്ട് വാഴണം. തരില്ലേ? തരുത്. ഓക്കെ ബൈ.